ഇപ്പോൾ ഇന്ന് വലിയ സന്തോഷത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ നമ്മളെ ചാനലിലും 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റൂലല്ലോ അല്ലേ? കാരണം എന്താ വെച്ചാൽ എൻ്റെ കഷ്ടപ്പാടോട് മാത്രമല്ലല്ലോ ഞാൻ ഈ നിലയിലെത്തിയത്, നിങ്ങളെല്ലാവരും സപ്പോർട്ടും കൂടി ഉണ്ടായിട്ടാണല്ലോ. എന്തായാലും എന്നെ അപേക്ഷിച്ച് ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഈ നിലയിലെത്തിച്ച എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇനിയും ഇതിലും കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇനിയും നിങ്ങളെ വിലയേറിയ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഈ 10K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എന്നെക്കാളും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ മക്കളാണ് കേട്ടോ. 10K സബ്സ്ക്രൈബേഴ്സ് ആയ ഉടനെ അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കേക്ക് മുറിക്കണം എന്നാണ്. ഒരു കുഞ്ഞു കേക്ക് വാങ്ങി കൊടുത്തിട്ട് മുറിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇന്ന് ഹർത്താലായതുകൊണ്ട് തന്നെ കടകളൊക്കെ ലീവല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു തട്ടിക്കൂട്ടിയിട്ട് ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അവർ സന്തോഷമല്ലേ നമ്മളെ സന്തോഷമല്ലേ. അങ്ങനെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ കേക്കൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കേക്ക് മുറിക്കാന്ന് പറയുമ്പോൾ കുട്ടികളെ മനസ്സിൽ ഇങ്ങനെ ഇതേപോലത്തെ കേക്കൊന്നും ഇല്ലായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ക്രീമൊക്കെ തേച്ചിട്ട് നല്ല സെറ്റാക്കി എടുത്ത കേക്കാവും. പക്ഷേ ക്രീമൊക്കെ തേച്ചെടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാനില സ്പഞ്ച് കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മേലെ ഈ ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊക്കോ പൗഡറാണ്. ഇതേപോലെ ചെയ്തിക്കാണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് 10K എന്നും കൂടാണ്ട് എഴുതി കൊടുത്ത് അപ്പോൾ സംഭവം അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.